മനുഷ്യന്മാരുടെ കാര്യമാണ് ലച്ചു. ഇന്നലെ ഇങ്ങനെ ചേർന്നേ, ഞാൻ എഴുതിട്ടപ്പോ ആളെ കാണാനില്ല. അവൻ എന്തൊരു കളലക്ഷണമല്ലേ ഉണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രൊമോയിൽ സിദ്ധുവിന്റെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അതേ കൂട്ടുകാരെ, പിറ്റേ ദിവസം ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ലച്ചു എണീക്കുമ്പോൾ സിദ്ധുവിനെ കാണുന്നില്ല. അപ്പൊ സിദ്ധുവിനെ കണ്ടോ അമ്മൂമ്മേ, കനകാന്റി, ഗൗരിയമ്മായി എന്നൊക്കെ വിളിച്ചു പറഞ്ഞു ഓരോരുത്തരോട് നമ്മുടെ ലച്ചു ചോദിക്കുന്നുണ്ടേ. അപ്പൊ സിദ്ധുവിനെ കാണുന്നില്ല, ആരും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസവും ഞാൻ രാവിലെ എണീറ്റപ്പോ അവരെ കാണുന്നുണ്ടായിരുന്നില്ല, ഇതിന് പിന്നിൽ എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഗൗരിയമ്മായി പറയുന്നുണ്ട്, ശരിയാ ലച്ചു, നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, നമ്മൾ അന്വേഷിക്കണം എന്ന് നമ്മുടെ അമ്മായി എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. പിന്നെ നമ്മുടെ ലച്ചു ഇങ്ങനെ നോക്കുമ്പോൾ സിദ്ധു എന്തോ പരിങ്ങി കളിക്കുന്നുണ്ട്. സിദ്ധുവിനെ രാവിലെ വൈകി എവിടെന്നോ എഴുന്നേറ്റ് വരുന്നത് കാണാം. അപ്പൊ മൊത്തത്തിൽ സംശയം കേട്ടോ. അപ്പൊ നമ്മുടെ ലച്ചു ഇങ്ങനെ മൊത്തത്തിൽ പറയുന്നുണ്ട്, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടല്ലോ, പക്ഷെ ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണേ. അപ്പൊ പിറ്റേ ദിവസം രാവിലെ എഴുതിക്കുമ്പോഴും സിദ്ധുവിനെ ഇതേപോലെ കാണുന്നില്ല. അപ്പൊ രാവിലെ മുറ്റടിക്കുന്നുണ്ടാവും കനകാന്റി. അപ്പൊ കനകാന്റിയോട് ചോദിക്കുന്നുണ്ട്, സിദ്ധു പോകുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കനകാന്റിയും കണ്ടിട്ടില്ല. അപ്പൊ നോക്കുമ്പോ സിദ്ധു ഇതേപോലെ ദൂരേന്ന് നടന്നു വരിക. അപ്പൊ നമ്മൾ ലച്ചു അമ്മൂമ്മയും കൂടി അങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കും. സിദ്ധു എവിടെന്നാ ഈ രാവിലെ എപ്പോഴും വരുന്നേ എന്നുള്ള രീതിയിൽ. ലാസ്റ്റ് നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, സിദ്ധു എന്താണെങ്കിലും പറഞ്ഞേ പറ്റൂ, നിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ആരോടൊക്കെയോ ലച്ചു ഫോൺ ചെയ്തും ചോദിക്കുന്നുണ്ട് കേട്ടോ, സിദ്ധുവിന് എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ എന്നൊക്കെ. അപ്പൊ ലച്ചു ആകപ്പാട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഡിപ്രഷനിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മുടെ സിദ്ധുവളിയും പറയുന്നുണ്ട്, ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല, ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് ഒരു കഥ അങ്ങോട്ട് പറയുക. എന്താണത്? നമ്മുടെ സിദ്ധുവിന് സോമനാമ്പുലിസമാണെന്ന് തോന്നുന്നു കൂട്ടുകാരെ. രാത്രിയിൽ വെളുപ്പാങ്കാലം ആകുമ്പോൾ നമ്മുടെ സിദ്ധു കിടക്കയും തലോണിയൊക്കെ എടുത്തുകൊണ്ടോ ഒറ്റ പോക്കാണ്. നമ്മുടെ പാറമഴയുടെ അങ്ങാട് കണ്ണൊന്നും തുറക്കാതെ ഒറ്റ നടത്താണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരികെ വരുന്നതും കാണാം. അപ്പൊ ഇതാട്ടോ നമ്മുടെ സിദ്ധുവിന്റെ കുഴപ്പം. ഇനി ഇതെങ്ങനെ നമ്മുടെ ലച്ചു മാറ്റിയെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടതല്ലേ. കാത്തിരിക്കട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.